CPI സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. മൂന്നാമതും ഭരണം വന്നില്ലെങ്കിൽ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിനായിരിക്കുമെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. പോലീസിനെതിരായ വിമർശനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയ സംസ്ഥാന നേതൃത്വത്തെയും പ്രതിനിധികൾ കടന്നാക്രമിച്ചു. പോലീസിന്റെ ചെയ്തികൾ നാട്ടുകാർ കാണുന്നുണ്ടെന്നും എന്നിട്ടും ഇതൊന്നും റിപ്പോർട്ടിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നും പ്രതിനിധികളുടെ ചോദ്യം. CPI ഉയർത്തിക്കൊണ്ടുവന്ന പൂരം കലക്കലും MR അജിത് കുമാറിനെതിരായ വിമർശനങ്ങളും ഒന്നുമില്ലാതെയാണ് സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIM-നെ വെറുപ്പിക്കേണ്ടെന്ന കരുതലായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. എന്നാൽ ഈ കരുതലൊന്നും കണക്കിലെടുക്കാതെ പ്രതിനിധികൾ CPIM-നെയും പോലീസിനെയും കടന്നാക്രമിച്ചു. പോലീസിന്റെ ചെയ്തികൾ ദൃശ്യങ്ങൾ സഹിതം നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും സംസ്ഥാന സമ്മേളനത്തിലെ റിപ്പോർട്ടുകൾ ഇത് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നായിരുന്നു പൊതുചർച്ചയിൽ ഉയർന്ന വിമർശനം. ആരാണ് പോലീസിനെ പിന്തുണയ്ക്കുന്നത്, ആരാണ് ഈ റിപ്പോർട്ട് എഴുതിയത് തുടങ്ങിയ ചോദ്യങ്ങളും പ്രതിനിധികൾ ഉന്നയിച്ചു. മൂന്നാമതും തുടർഭരണം ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആഭ്യന്തര വകുപ്പ് മാത്രമായിരിക്കുമെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പോലീസിനെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അവർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വത്തെയും പ്രതിനിധികൾ രൂക്ഷമായി വിമർശിച്ചു. തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന നേതൃത്വം CPIക്ക് ഉണ്ടായിരുന്നു. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും നയിച്ച പാർട്ടിയാണിതെന്ന് ഓർക്കണം തുടങ്ങിയ പരാമർശങ്ങൾ കൊണ്ടാണ് പ്രതിനിധികൾ ബിനു വിശ്വത്തെ കടന്നാക്രമിച്ചത്. ദേശീയതലത്തിൽ പാർട്ടിയുടെ ദുർബലാവസ്ഥ ചൂണ്ടിക്കാട്ടി ദേശീയ നേതൃത്വത്തെയും പ്രതിനിധികൾ വിമർശിച്ചു. ദേശീയതലത്തിൽ സമരങ്ങൾ പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത നേതൃത്വം തികഞ്ഞ പരാജയമാണെന്നായിരുന്നു വിമർശനം. ദേശീയതലത്തിൽ കോൺഗ്രസിനൊപ്പം സംസ്ഥാനത്ത് കോൺഗ്രസിനെ എതിർക്കുകയും ചെയ്യുന്ന നിലപാട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു. ലോക കേരള സഭയും ആഗോള അയ്യപ്പ സംഘവും ഇടതു നയത്തിനുള്ള വ്യതിയാനമാണെന്നും സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ വിമർശനമുയർന്നു. ആരാണ് പൗരപ്രമുഖരെന്ന് ചോദിച്ച പ്രതിനിധികൾ ഇവർ പുതിയ കാലത്തെ ജന്മികളാണെന്നും പരിഹസിച്ചു. ആലപ്പുഴയിൽ നിന്ന് അരുൺരാജിനൊപ്പം ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.